ഹായ് ഗുഡ് മോർണിംഗ് ഓൾ. പെർഫോമൻസ് മാനേജ്മെൻറ്റിൻ്റെ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കാനുള്ള കുറച്ച് ടോപ്പിക്സ് ആണ്. അപ്പോൾ ടോപ്പിക്സ് നോക്കാം. ഫസ്റ്റ് വൺ, കോമ്പിറ്റൻസീസ് എസെൻഷ്യൽ ഫോർ ഇഫക്റ്റീവ് പെർഫോമൻസ്. നെക്സ്റ്റ്, പെർഫോമൻസ് സ്റ്റാൻഡേർഡ്. നെക്സ്റ്റ്, പെർഫോമൻസ് ടാർഗറ്റ് ആൻഡ് അപ്രോച്ചസ് ടു സെറ്റിംഗ് പെർഫോമൻസ് ടാർഗറ്റ്. റിവ്യൂയിങ് പെർഫോമൻസ്. ലാസ്റ്റ് വൺ, ക്രൈറ്റീരിയ ഫോർ അസസിങ് പെർഫോമൻസ്. ഇത്രയും ടോപ്പിക്കുകളാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ, കോമ്പിറ്റൻസീസ് എസെൻഷ്യൽ ഫോർ ഇഫക്റ്റീവ് പെർഫോമൻസ്. ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയിയെ സംബന്ധിച്ച് ഇഫക്റ്റീവ് പെർഫോമൻസിന് വേണ്ടി അയാൾക്ക് ഹോൾഡ് ചെയ്യേണ്ട കോമ്പിറ്റൻസീസ് അല്ലെങ്കിൽ ക്വാളിറ്റീസിനെയാണ് നമ്മൾ ഈ ഹെഡിന് താഴെ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ നോക്കാം. ഫസ്റ്റ് വൺ, ലീഡർഷിപ്പ് ക്വാളിറ്റി. ഇപ്പോൾ നന്നായിട്ട് ഒരു ഇഫക്റ്റീവ് പെർഫോം ചെയ്യണമെങ്കിൽ അയാൾക്ക് ഉറപ്പായിട്ടും ലീഡർഷിപ്പ് ക്വാളിറ്റി വേണം. മീൻസ് മറ്റുള്ളവരെ ലീഡ് ചെയ്യാനും അവർക്ക് വേണ്ട ഗൈഡ് ലൈൻസ് കൊടുക്കാനും ടീമിനിടയിലുള്ള പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യാനുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റീസ് വേണം. നെക്സ്റ്റ് വൺ, മാനേജിങ് സ്കില്ല് വേണം. മീൻസ് അയാൾ വർക്ക് ചെയ്യുന്ന വർക്കിംഗ് എൻവിറോൺമെൻറ്റിൽ അയാളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളെ നല്ല രീതിയിൽ മാനേജ് ചെയ്യാനും അവർക്ക് വേണ്ടിയുള്ള റെസ്പോൺസിബിലിറ്റീസ് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാനും അവർക്ക് വേണ്ടി ബെറ്റർ പ്ലാൻസും മോട്ടിവേഷൻ ചെയ്യാനും ഒക്കെ ഉള്ള ഒരാളുടെ കഴിവാണ് മാനേജിങ് സ്കിൽ എന്ന് പറയുന്നത്. അപ്പം മാനേജിങ് സ്കില്ല് ഇഫക്റ്റീവ് പെർഫോമൻസിന് എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കോമ്പിറ്റൻസിയാണ്. നെക്സ്റ്റ് വൺ, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. അപ്പോൾ എഫക്റ്റീവ് പെർഫോമൻസിന് വേണ്ടിയിട്ടുള്ള വേറൊരു ക്വാളിറ്റിയാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. ബെറ്റർ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. മീൻസ് ഓർഗനൈസേഷനിൽ ഒരുപാട് കമ്മ്യൂണിക്കേഷൻസ് നടക്കുന്നതാണ്. മീൻസ് ടോപ്പ് ടു ബോട്ടം ലെവൽ, അതുപോലെ തന്നെ ബോട്ടം ടു ടോപ്പ് ലെവൽ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാവും. അത്തരം കമ്മ്യൂണിക്കേഷൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് പ്രോപ്പറായിട്ട് പാസ് ചെയ്യണം. അതുപോലെ തന്നെ മീറ്റിങ്ങുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ഇൻഫ്ലുവൻസീവായിട്ട് അത് അറ്റൻഡ് ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ളവരെ നല്ല രീതിയിൽ ലിസൺ ചെയ്യാനൊക്കെയുള്ള കഴിവ് വേണം. അപ്പോൾ നല്ല രീതിയിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ആൾക്ക് മാത്രമേ ഇഫക്റ്റീവായിട്ട് പെർഫോം ചെയ്യാൻ കഴിയുള്ളൂ. നെക്സ്റ്റ് വൺ, ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് ആണ്. അദ്ദേഹം ഏത് ഏരിയയിലാണോ വർക്ക് ചെയ്യുന്നത് ആ ഏരിയയിലുള്ള ടെക്നിക്കൽ നോളജ് ഉറപ്പായിട്ടും വേണം. എന്നാൽ മാത്രമേ അദ്ദേഹത്തിന് അലോട്ട് ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റീവ്സിൽ എത്താൻ വേണ്ടി കഴിയുള്ളൂ. അപ്പോൾ ടെക്നിക്കൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ എക്സ്പെർട്ടൈസ്. നെക്സ്റ്റ് വൺ, ഡിസിഷൻ മേക്കിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിങ് കപ്പാസിറ്റി. അപ്പം ഒരാൾക്ക് വേണ്ട വേറൊരു ക്വാളിറ്റിയാണ് ഡിസിഷൻ മേക്കിംഗ് സ്കില്ല്. മീൻസ് ഓർഗനൈസേഷനിൽ പല രീതിയിലുള്ള പ്രോബ്ലംസും അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റീസും വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു പ്രോബ്ലംസ് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസിനെ കൺസിഡർ ചെയ്തുകൊണ്ട് ആ ഒരു ടൈമിൽ പ്രോപ്പറായിട്ട് ഡിസിഷൻ എടുക്കുക. അതുപോലെ തന്നെ പ്രോബ്ലംസ് വരികയാണെങ്കിൽ നല്ല രീതിയിൽ അത് സോൾവ് ചെയ്യാനുള്ള ഒരാളുടെ കഴിവ്. അപ്പം നല്ല ഡിസിഷൻ മേക്കിംഗ് സ്കില്ലും അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിങ് സ്കില്ലുണ്ടെങ്കിലും അദ്ദേഹത്തിന് ഇഫക്റ്റീവായിട്ട് പെർഫോം ചെയ്യാൻ കഴിയും. നെക്സ്റ്റ് വൺ, ഫ്ലെക്സിബിലിറ്റി ആൻഡ് അഡാപ്റ്റബിലിറ്റി. മീൻസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഒരു ചേഞ്ചിങ് എൻവിറോൺമെൻറ്റിൽ സ്ഥിതി ചെയ്യുന്നതാണ്. അത് എൻവിറോൺമെൻറ്റിൽ നിന്നും അതുപോലെ തന്നെ ഇൻറ്റേർണലായിട്ടും എക്സ്റ്റേണലായിട്ടും ചേഞ്ചസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ചേഞ്ചസിനെ അഡാപ്റ്റ് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ചേഞ്ചസിനെ ആക്സെപ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരാളുടെ കഴിവ്, അതാണ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. ഫ്ലെക്സിബിൾ ആവുക, റിജിഡ് ആയിരിക്കരുത്, ഫ്ലെക്സിബിൾ ആവണം. അപ്പോൾ ഫ്ലെക്സിബിലിറ്റി ഉണ്ടെങ്കിൽ ഇഫക്റ്റീവായിട്ട് പെർഫോം ചെയ്യാൻ കഴിയും. നെക്സ്റ്റ്, ലേണിംഗ് സ്കില്ലാണ്. മീൻസ് എക്സ്പീരിയൻസിൽ നിന്ന് ലേൺ ചെയ്ത് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരാളുടെ കഴിവ്. അപ്പോൾ അയാൾക്ക് ലേണിംഗ് സ്കില്ല് ഉറപ്പായിട്ട് വേണം എഫക്റ്റീവ് പെർഫോമൻസിന്. അനുഭവങ്ങളിൽ നിന്ന് നല്ലതുപോലെ ഉൾക്കൊണ്ട് പഠിച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ. അപ്പോൾ ലേണിംഗ് സ്കില്ല് എസെൻഷ്യലാണ്. നെക്സ്റ്റ് വൺ, ടീം വർക്കാണ്. മീൻസ് ഒരു ടീമിൽ സെറ്റായിട്ട് ടീമിലുള്ള എല്ലാ ആളുകളോടും നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്തിട്ട് ഇഫക്റ്റീവായിട്ട് പെർഫോം ചെയ്യാനുള്ള കഴിവ്. അപ്പോൾ ടീം വർക്കിനുള്ള കഴിവും ഇഫക്റ്റീവ് പെർഫോമൻസിന് എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. ഇത്രയാണ് കോമ്പിറ്റൻസീസ് റിക്വയർഡ് ഫോർ ഇഫക്റ്റീവ് പെർഫോമൻസ്. നെക്സ്റ്റ് വൺ, പെർഫോമൻസ് സ്റ്റാൻഡേർഡ്. അടുത്ത ടോപ്പിക്കാണ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്. A performance standard define the expected level of employee performance. പെർഫോമൻസ് സ്റ്റാൻഡേർഡ് ഡിഫൈൻ ചെയ്യുന്നത് ഒരു ഓർഗനൈസേഷനിൽ എംപ്ലോയിയുടെ പെർഫോമൻസിനെ കുറിച്ചുള്ള ഓർഗനൈസേഷൻ്റെ എക്സ്പെക്റ്റേഷനാണ്. എത്ര ലെവലിൽ എക്സ്പെക്റ്റഡ് ലെവലാണ്, ഏത് ലെവലിൽ എംപ്ലോയി വർക്ക് ചെയ്യും എന്നാണോ ഓർഗനൈസേഷൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, ആ എക്സ്പെക്റ്റേഷനാണ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ് ഡിഫൈൻ ചെയ്യുന്നത്. നെക്സ്റ്റ്, ഈ ഒരു എക്സ്പെക്റ്റഡ് പെർഫോമൻസ് അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ബിഫോർ പെർഫോമൻസ്, ആക്ച്വൽ പെർഫോമൻസ് നടക്കുന്നതിന് മുമ്പേ തന്നെ ബിസിനസ് സെറ്റ് ചെയ്യണം. ഇറ്റ് മസ്റ്റ് ബി ഡെവലപ്ഡ് ബിഫോർ ആക്ച്വൽ പെർഫോമൻസ് ടേക്സ് പ്ലേസ്. കാരണം ഒരു ഓർഗനൈസേഷൻ അതിൻ്റെ എംപ്ലോയിനെ കൊണ്ട് എക്സ്പെക്റ്റ് ചെയ്യുന്ന ലെവൽ ഓഫ് പെർഫോമൻസ് എംപ്ലോയി ആദ്യമേ അറിയുകയാണെങ്കിൽ അയാൾക്ക് കൂടുതൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെ ആക്ച്വൽ പെർഫോമൻസിന് മുമ്പേ തന്നെ എംപ്ലോയീസിനും
അറിയിക്കണം അയാളെ കൊണ്ട് എന്താണ് ഓർഗനൈസേഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് ലെവൽ ഓഫ് പെർഫോമൻസ് ആണ് ഓർഗനൈസേഷൻ അയാളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. Well-defined standards ensure that everyone involved knows the performance expectation. അങ്ങനെ നമ്മൾ പെർഫോമൻസ് സ്റ്റാൻഡേർഡ് ഡിഫൈൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഓർഗനൈസേഷനിൽ ഓരോ വർക്കിലും ഇൻവോൾവ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും അവരെ കൊണ്ട് ഓർഗനൈസേഷൻ എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്നുള്ളത്. ബോത്ത് ന്യൂമറിക്കൽ ആൻഡ് നോൺ ന്യൂമറിക്കൽ സ്റ്റാൻഡേർഡ്സ് ക്യാൻ ബി എസ്റ്റാബ്ലിഷ്ഡ്. ഓർഗനൈസേഷന് പെർഫോമൻസ് എക്സ്പെക്റ്റേഷൻ അല്ലെങ്കിൽ പെർഫോമൻസ് സ്റ്റാൻഡേർഡ് ന്യൂമറിക്കൽ ആയിട്ടുള്ളതും അതുപോലെ തന്നെ നോൺ ന്യൂമറിക്കൽ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സും എസ്റ്റാബ്ലിഷ് ചെയ്യാം. അതിനുശേഷം അസസിങ് വെദർ സംവൺ ഹാസ് മെറ്റ് ദി പെർഫോമൻസ് സ്റ്റാൻഡേർഡ്, അതിനുശേഷം ആ ഒരു എക്സ്പെക്റ്റേഷനിൽ എത്താൻ വേണ്ടി എംപ്ലോയീസിന് കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ള കാര്യം അസസ് ചെയ്യും. എസ്പെഷ്യലി അവർ അസസ് ചെയ്യുന്നത് നോൺ ന്യൂമറിക്കൽ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് എത്തിയിട്ടുള്ളൂ എന്നുള്ളതാണ്. കാരണം അത് കുറച്ച് ഡിഫിക്കൾട്ടാണ്. ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ബട്ട് ക്യാൻ ബി ഡൺ. പക്ഷേ ന്യൂമറിക്കൽ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് എംപ്ലോയി പെർഫോം ചെയ്തിട്ടുണ്ടോ, മീൻസ് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ആസ്പെക്ട്സ് എംപ്ലോയി പെർഫോം ചെയ്തിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ ഓർഗനൈസേഷൻ കൂടുതൽ അയാളെ ഒബ്സർവ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പം നമ്പേഴ്സിൽ മെഷർ ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് തന്നെ നോൺ ന്യൂമറിക്കൽ എക്സ്പെക്റ്റേഷൻസ് മീറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നോക്കുക എന്ന് പറയുന്നത് ഡിഫിക്കൾട്ടാണ്. പക്ഷേ ഓർഗനൈസേഷൻ അത് ചെയ്യാറുണ്ട്. Performance standards provides the employee with a specific performance expectation for each job. പെർഫോമൻസ് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ എംപ്ലോയീസിനെ ആ ഒരു ജോലിയിൽ ഇൻവോൾവ് ചെയ്യിക്കുന്നതിന് മുമ്പേ തന്നെ പെർഫോമൻസ് സ്റ്റാൻഡേർഡ് മെഷർ ചെയ്യുന്നതിലൂടെ ഓർഗനൈസേഷന് ഏറ്റവും കൂടുതൽ എക്സ്പെക്റ്റേഷൻ ഉള്ള ആളെ തന്നെ ആ ജോലിയിലേക്ക് അപ്പോയിൻറ്റ് ചെയ്യാൻ കഴിയും. ഇറ്റ് മസ്റ്റ് ബി അബൌട്ട് ദ ഇൻഡിവിജ്വൽ നോട്ട് ദി ടീം. അപ്പോൾ ഇത്രയും നേരം പറഞ്ഞത് മൊത്തം ഒരു ഇൻഡിവിജ്വലിൻ്റെ പെർഫോമൻസ് സ്റ്റാൻഡേർഡിനെ കുറിച്ചാണ്. ഓർഗനൈസേഷൻ ഒരിക്കലും പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ് ടീമിൻ്റെ മുകളിൽ വെക്കാറില്ല. അവർ ടീമിൽ ചെയ്യുന്ന ഇതാണ്, ഓർഗനൈസേഷൻ ക്യാൻ അസസ് ദ ഇൻഡിവിജ്വൽ ബേസ്ഡ് ഓൺ ദെയർ ടീം ബിഹേവിയർ ആൻഡ് ദെയർ കോൺട്രിബ്യൂഷൻ ടു ദ ടീം. ഇൻഡിവിജ്വൽ ബിഹേവിയർ, ഇൻഡിവിജ്വൽ ആ ടീമിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അയാളുടെ ബിഹേവിയർ, അതുപോലെ തന്നെ ടീമിലേക്ക് അയാൾ കൊടുത്തിട്ടുള്ള കോൺട്രിബ്യൂഷൻ, ഇതിൻ്റെ ബേസിലാണ് ഓർഗനൈസേഷൻ ഒരു എംപ്ലോയിനെ അസസ് ചെയ്യുന്നത്. അല്ലാതെ ഒരു എംപ്ലോയി വർക്ക് ചെയ്യുന്ന ടീമിൻ്റെ മൊത്തമായിട്ടുള്ള അസസ്മെൻ്റ് അല്ല ഓർഗനൈസേഷൻ ചെയ്യുക. നെക്സ്റ്റ് ടോപ്പിക് പെർഫോമൻസ് ടാർഗറ്റ്സ്. Performance targets are success measures of the organization and it signals what is important and what is expected. ഓർഗനൈസേഷനെ സംബന്ധിച്ച് അല്ലെങ്കിൽ പെർഫോമൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിനെ സംബന്ധിച്ച് അവർക്ക് ഏത് കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഏത് കാര്യമാണ് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് പെർഫോമൻസ് ടാർഗറ്റ്സ്. അതുകൊണ്ട് തന്നെ നമുക്ക് പെർഫോമൻസ് ടാർഗറ്റിനെ സക്സസ് മെഷേഴ്സ് ആണെന്ന് പറയാം. കാരണം എക്സ്പെക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയി കൊടുക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ കാര്യങ്ങളെ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, പെർഫോമൻസ് ആക്ച്വൽ പെർഫോമൻസ് എന്നാൽ നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ടോപ്പിക് ഫങ്ഷൻസ് ഓഫ് പെർഫോമൻസ് ടാർഗറ്റ്സ്. ഓർഗനൈസേഷൻ ഇത്തരം സക്സസ് മെഷേഴ്സ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയി കൊടുക്കുന്ന കാര്യങ്ങളെ എന്തിനാണ് സെറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ ഫങ്ഷൻസ് ഇതാണ്. ഫസ്റ്റ് വൺ, അനലൈസ് വാട്ട് ക്യാൻ ബി റിയലിസ്റ്റിക്കലി അച്ചീവ്ഡ്. നമുക്ക് പെർഫോമൻസ് ടാർഗറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ എന്താണ് റിയലി മീൻസ് കറക്റ്റായിട്ട് അച്ചീവ് ചെയ്തെന്നുള്ള കാര്യം അനലൈസ് ചെയ്യാൻ കഴിയും. സെക്കൻഡ് വൺ, ചലഞ്ച് ദി ഓർഗനൈസേഷൻ ആൻഡ് എംപ്ലോയീസ്. പെർഫോമൻസ് ടാർഗറ്റ്സ് ആദ്യം ഡിഫൈൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ അപ്പോൾ സക്സസ് എന്താണെന്നുള്ള കാര്യം നമുക്ക് ഡിഫൈൻ ചെയ്ത് കിട്ടുകയാണ്. അതുപോലെ തന്നെ ടാർഗറ്റ്സിനെ എപ്പോഴും മോണിറ്റർ ചെയ്യും. അതുകൊണ്ട് തന്നെ ഓർഗനൈസേഷനും എംപ്ലോയീസിനും എപ്പോഴും ഒരു ചലഞ്ചായിട്ട് പെർഫോമൻസ് ടാർഗറ്റ്സ് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അത് അവരെ കൂടുതൽ എൻകറേജ് ചെയ്യും. തേർഡ് വൺ, ഡിഫൈൻ ദ പെർഫോമൻസ് ലെവൽ. ഒരു മിനിമം ടാർഗറ്റ് ഒരു എംപ്ലോയിനെ സംബന്ധിച്ച് മിനിമം അദ്ദേഹം പെർഫോം ചെയ്യേണ്ട ലെവൽ എന്താണെന്നുള്ള കാര്യം പെർഫോമൻസ് ടാർഗറ്റ്സ് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പെർഫോമൻസ് ടാർഗറ്റിൻ്റെ ഒരു ഫംഗ്ഷനായിട്ട് പറയാം, ഇറ്റ് ഡിഫൈൻസ് പെർഫോമൻസ് ലെവൽ. ഫോർത്ത് വൺ, പ്രയോറിറ്റൈസ് ആക്ടിവിറ്റീസ് ഓഫ് എംപ്ലോയീസ്. പെർഫോമൻസ് ടാർഗറ്റ് പറയുന്നുണ്ട് ഏത് കാര്യങ്ങൾക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അങ്ങനെയാവുന്ന സമയത്ത് ഓരോ എംപ്ലോയീസിൻ്റെയും ആക്ടിവിറ്റീസിൽ ഏതിനാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടതെന്നുള്ള കാര്യം പറയാൻ പെർഫോമൻസ് ടാർഗറ്റ്സിന് കഴിയും. നെക്സ്റ്റ് വൺ, സെറ്റപ്പ് ഇൻ്റർമീഡിയറ്റ് ടാർഗറ്റ്സ്. മെയിൻ പെർഫോമൻസ് ടാർഗറ്റ്സ് അല്ലാതെ ഇൻ്റർമീഡിയറ്റ് ടാർഗറ്റിനെ സെറ്റ് ചെയ്യുക എന്നുള്ളതും പെർഫോമൻസ് ടാർഗറ്റിൻ്റെ ഒരു ഫംഗ്ഷനാണ്. നെക്സ്റ്റ് വൺ, ഐഡൻറ്റിഫൈ ഡീവിയേഷൻസ് ഓഫ് അറ്റ് എൻ ഏർലി സ്റ്റേജ്. നെക്സ്റ്റ് നമുക്ക് സെറ്റ് ചെയ്ത ടാർഗറ്റും ആക്ച്വൽ പെർഫോമൻസും തമ്മിൽ ഡിഫറൻസ് ഉണ്ട് അല്ലെങ്കിൽ അവിടെ ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ അത് ഏർലി സ്റ്റേജിൽ തന്നെ അധികം വേസ്റ്റ് ആ കേസ് ആവുന്നതിന് മുമ്പ് തന്നെ അത് കണ്ടുപിടിക്കാനുള്ള സൗകര്യം പെർഫോമൻസ് ടാർഗറ്റ്സ് ഒരുക്കുന്നുണ്ട്. മീൻസ് അത് കണ്ടിന്യൂസ് ആയിട്ട് പെർഫോമൻസിനെ മെഷർ ചെയ്യുന്നു, അതുപോലെ തന്നെ ടാർഗറ്റുമായിട്ട് കമ്പയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്.
ലാസ്റ്റ് വൺ സപ്പോർട്ട് കറക്റ്റീവ് ആക്ഷൻസ്. അങ്ങനെ ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ കറക്റ്റീവ് ആക്ഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പെർഫോമൻസ് ടാർഗറ്റ്സ്. നെക്സ്റ്റ് വൺ അപ്രോച്ചസ് ടു സെറ്റിംഗ് പെർഫോമൻസ് ടാർഗറ്റ്സ്. ഏതൊക്കെ അപ്രോച്ചിലാണ് പെർഫോമൻസ് ടാർഗറ്റ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ പെർഫോമൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നതാണ്. ഫസ്റ്റ് വൺ ഒപ്പീനിയൻസ് ഓഫ് എംപ്ലോയീസ്. എംപ്ലോയീസിൻ്റെ ഒപ്പീനിയൻസിലൂടെ എന്ത് ചെയ്യാറുണ്ട്, പെർഫോമൻസ് ടാർഗറ്റ്സ് സെറ്റ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് വൺ ഒപ്പീനിയൻസ് ഓഫ് ഓണേഴ്സ് ആൻഡ് സീനിയർ മാനേജ്മെൻറ്റ്. അപ്പോൾ ഓണേഴ്സിൻ്റെയും മീൻസ് ഓർഗനൈസേഷൻ്റെ ഓൺട്രപ്രണർ അല്ലെങ്കിൽ എന്താണ് സീനിയർ മാനേജ്മെൻറ്റിൻ്റെ ഒപ്പീനിയൻ വഴിയും പെർഫോമൻസ് ടാർഗറ്റ്സ് സെറ്റ് ചെയ്യാറുണ്ട്. തേർഡ് വൺ ട്രെൻഡ് ലൈൻ ഡെവലപ്ഡ് ഫ്രം ഹിസ്റ്റോറിക് ഡാറ്റ. ഇനി നമുക്ക് നമ്മളെ പാസ്റ്റ് പെർഫോമൻസ് നോക്കിയിട്ട് അതിൽ പെർഫോമൻസിൻ്റെ ട്രെൻഡ് ലൈൻ വരച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഭാവിയിലേക്കുള്ള പെർഫോമൻസ് ടാർഗറ്റ്സിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാം. നെക്സ്റ്റ് വൺ ഇൻഡസ്ട്രി ബെസ്റ്റ് പ്രാക്ടീസ്. അപ്പോൾ ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി ഉണ്ടാകും. ആ ഇൻഡസ്ട്രിയിലെ ഗുഡ് പ്രാക്ടീസായിട്ട് റെക്കഗ്നൈസ് ചെയ്തത് എന്താണ്, അതിൻ്റെ ബേസിൽ നമുക്ക് പെർഫോമൻസ് ടാർഗറ്റിനെ സെറ്റ് ചെയ്യാം. നെക്സ്റ്റ് വൺ ജഡ്ജ്മെൻറ്റ് ബൈ എക്സ്പേർട്സ്. നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ എക്സ്പേർട്സിൻ്റെ ഒപ്പീനിയൻസ് അല്ലെങ്കിൽ അവരുടെ ജഡ്ജ്മെൻറ്റ് വഴി നമുക്ക് പെർഫോമൻസ് ടാർഗറ്റ്സ് സെറ്റ് ചെയ്യാം. ലാസ്റ്റ് വൺ എക്സ്പെക്റ്റേഷൻസ് ഓഫ് അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. മീൻസ് ഓണേഴ്സും സീനിയർ മാനേജേഴ്സും ഒന്നും അല്ലാതെ വേറെയുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ബിസിനസ്സിൻ്റെ കാര്യങ്ങളിൽ താല്പര്യമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം, അവരുടെ എക്സ്പെക്റ്റേഷൻ എന്താണോ അതിൻ്റെ ബേസിൽ പെർഫോമൻസ് ടാർഗറ്റ്സിനെ സെറ്റ് ചെയ്യാം. പക്ഷേ ഇങ്ങനെ സെറ്റ് ചെയ്യുന്ന ടാർഗറ്റ്സ് എപ്പോഴും റിയലിസ്റ്റിക് ആയിരിക്കണം, മീൻസ് അച്ചീവ് ചെയ്യാൻ കഴിയുന്നതായിരിക്കണം. നെക്സ്റ്റ് ടോപ്പിക് റിവ്യൂയിങ് പെർഫോമൻസ്. റിവ്യൂയിങ് പെർഫോമൻസ് മീൻസ് മോണിറ്ററിങ് ദ പെർഫോമൻസ് വൺസ് ഓർ ട്വൈസ് ഇയർലി. ഒരു ഇയറിൽ ഒരു തവണ അല്ലെങ്കിൽ 2 തവണ പെർഫോമൻസിനെ മൊത്തം മോണിറ്റർ ചെയ്യുന്നതിനെ വിളിക്കുന്നതാണ് റിവ്യൂയിങ് പെർഫോമൻസ്. ഇറ്റ് എക്സാമിൻസ് ഹൗ പെർഫോമൻസ് ക്യാൻ ബിക്കം ബെറ്റർ ഇൻ ദ ഫ്യൂച്ചർ ആൻഡ് ഹൗ എനി പ്രോബ്ലം ഇൻ മീറ്റിംഗ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ് ക്യാൻ ബി സോൾവ്ഡ്. ഇങ്ങനെ പെർഫോമൻസിനെ റിവ്യൂ ചെയ്യാനുള്ള കാരണം ഇതാണ്, നമുക്ക് അറിയണം ഫ്യൂച്ചറിൽ പെർഫോമൻസ് എങ്ങനെ ബെറ്റർ ആക്കാം. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഉള്ള പെർഫോമൻസ് സ്റ്റാൻഡേർഡിനെ മീറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ സമയത്ത് അല്ലെങ്കിൽ ആ സ്റ്റാൻഡേർഡിൽ എത്താൻ നോക്കുന്ന സമയത്ത് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവുന്നുണ്ടോ, അങ്ങനെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ എങ്ങനെ അതിനെ സോൾവ് ചെയ്യാം, ഇതൊക്കെ കണ്ടുപിടിക്കാനാണ് പെർഫോമൻസിനെ എപ്പോഴും റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ റിവ്യൂയിങ് പെർഫോമൻസ് മീൻസ് മോണിറ്ററിങ് ദ പെർഫോമൻസ് വൺസ് ഓർ ട്വൈസ് ഇയർലി. നെക്സ്റ്റ് ക്രൈറ്റീരിയ ഫോർ അസസ്സിങ് പെർഫോമൻസ്. ഇനി എങ്ങനെയാണ് പെർഫോമൻസിനെ ബിസിനസ് അസസ് ചെയ്യുന്നതാണ്. ഫസ്റ്റ് വൺ ഡേ ടു ഡേ ഇഫക്റ്റീവ്നെസ്. ഓരോ ദിവസവും എത്രത്തോളം ഇഫക്റ്റീവ് ആവുന്നുണ്ട് പെർഫോമൻസ് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്യാം അല്ലെങ്കിൽ അസസ് ചെയ്യാം. സെക്കൻഡ് വൺ അച്ചീവ്മെൻറ്റ് ഇൻ റിലേഷൻ ടു ഒബ്ജക്റ്റീവ്. ഒബ്ജക്റ്റീവിനെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് എത്രത്തോളം അച്ചീവ് ചെയ്തിട്ടുണ്ട്, മീൻസ് ഒബ്ജക്റ്റീവിൽ എത്താൻ വേണ്ടി പെർഫോമൻസിന് കഴിയുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കിയിട്ടും നമുക്ക് പെർഫോമൻസിനെ മെഷർ ചെയ്യാം. തേർഡ് വൺ ദ ലെവൽ ഓഫ് നോളജ് ആൻഡ് സ്കിൽ അപ്ലൈഡ്. മീൻസ് ഒരു ജോലി ചെയ്യുന്ന സമയത്ത് എത്രത്തോളം നോളജ് അല്ലെങ്കിൽ സ്കില്ല് ഇതിൽ അപ്ലൈ ആയിട്ടുണ്ട്, ആ ഒരു ലെവലിലും പെർഫോമൻസിനെ മെഷർ ചെയ്യാം. ഫോർത്ത് വൺ ബിഹേവിയർ ഇൻ ദി ജോബ്. എംപ്ലോയീസിൻ്റെ പെർഫോമൻസിനോടുള്ള ജോലിയിലുള്ള ബിഹേവിയർ നോക്കാം. ലാസ്റ്റ് വൺ ദ ഡിഗ്രി ടു വിച്ച് ബിഹേവിയർ ബ്ലെൻഡ് വിത്ത് കോർ വാല്യൂ ഓഫ് ദി ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഓർഗനൈസേഷൻ്റെ കോർ വാല്യൂ മീൻസ് ഓർഗനൈസേഷൻ എന്തിനാണോ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതുമായിട്ട് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയിയുടെ ബിഹേവിയർ എത്രത്തോളം മാച്ച് ആവുന്നുണ്ട്, മീൻസ് അദ്ദേഹം ആ ഒരു കോർ വാല്യൂവിനെ കൂടുതൽ എത്രത്തോളം റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ട്, അതിൻ്റെ ബേസിലും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിനെ അസസ് ചെയ്യാം.